ടാറ്റ കൊടുത്താ? ഇന്ന് മീറ്റിംഗ് ഉണ്ട്, ഉമ്മച്ചി കൂട്ടാൻ വരാം കേട്ടാ. വണ്ടിയോ? വണ്ടി വരുന്നേ ഉള്ളൂ. ഇന്ന് എന്ത് മീറ്റിംഗ്? PTA മീറ്റിംഗ് അല്ലേ? അക്കുഡൂസിൻ്റെ പേപ്പർ കിട്ടൂലേ? ഇവന് ടാറ്റ കൊടുക്ക്. ഇന്ന് മീറ്റിങ്ങിന് മാർക്കറിയുന്നു. റിന്ദുവിൻ്റെ അടുത്താ? ആ പറ. എത്ര സ്റ്റാർ കിട്ടും? എത്ര സ്റ്റാർ കിട്ടും? 5 എന്നാ നടക്ക്. അങ്ങനെ മക്കളെ, ഞങ്ങൾ അക്കുഡൂസിൻ്റെ സ്കൂളിലൊക്കെ പോയി മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു. അവിടെ 1 മുതൽ 4 വരെയുള്ള കുട്ടികളെ എക്സാം പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ അക്കുഡൂസിന് സ്കൂളിൽ എക്സാമൊന്നും ഇല്ല കേട്ടോ, അവൻ LKG അല്ലേ. പിന്നെന്താന്ന് വെച്ചാൽ അവന് ചെറിയ ചെറിയ കളറും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് എന്തൊക്കെയാണെന്ന് ചോദിക്കും. അതിനുള്ള ഉത്തരവൊക്കെ അവൻ പറഞ്ഞായിരുന്നു കേട്ടോ. അവൻ ഉഷാറാന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരേ ചിരിയാന്ന് മാത്രം ടീച്ചർ പറഞ്ഞു. അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം മക്കളെ ഇതാ നിൽക്കുന്നു. ഞങ്ങൾ പൂച്ച പ്രസവിച്ച് 4 മക്കൾ. ഇതിപ്പോഴല്ല കേട്ടോ, 3-4 ദിവസമായി. പക്ഷേ ഇതൊന്നും അല്ല കാര്യം. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ തള്ളപ്പൂച്ചയില്ല. രാവിലെ ഞങ്ങൾ റയാൻ സ്കൂളിൽ പോകാൻ നേരത്തെ പൂച്ചേനെ കാണുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ വരുമായിരിക്കും എന്നൊക്കെ. പക്ഷേ എവിടെ, അത് വരുന്നില്ല. ഇതാണേ കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതിനാണെങ്കിൽ സ്പൂണിലൊന്നും കോരിക്കൊടുത്താൽ പാല് കുടിക്കുന്നൊരു പ്രായമൊന്നും ആയിട്ടില്ല. അത് അത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ. എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് നദീത്താനെ വിളിച്ചപ്പോൾ അക്കുഡൂസിൻ്റെ നദീനാനെ വിളിച്ചപ്പം അവിടെ എല്ലാ കാര്യത്തിനും നമുക്ക് പെട്ടെന്ന് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടും. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളത്. അപ്പം പറഞ്ഞു സിറിഞ്ച് ഉണ്ടെങ്കിൽ സിറിഞ്ചിൽ ഇതാക്കിയിട്ട് പാല് തിളപ്പിച്ചാറ്റിയിട്ട് അതങ്ങ് കൊടുത്തു നോക്കിയാൽ മതി, ചിലപ്പം കുടിക്കുമായിരിക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന്. അങ്ങനെ കുറച്ച് പാലെടുത്ത് തിളപ്പിച്ച് അതൊക്കെ തണുപ്പിച്ച് വീട്ടിലുണ്ടായിരുന്ന ഒരു സിറിഞ്ച് എടുത്ത് അത് പാലും ആക്കിയിട്ട് കുറച്ച് കൊടുക്കുക എന്ന് വിചാരിച്ചു. ഈ സിറിഞ്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ കിടപ്പിലായപ്പം ഇവിടെ ഉമ്മയ്ക്ക് ഗ്ലൂക്കോസും കാര്യങ്ങളും ഇഞ്ചക്ഷനൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു കൊടുക്കുന്നത്. പിന്നെ സിംബയ്ക്ക് അത് കഴിഞ്ഞപ്പം സിംബയ്ക്ക് ഒരു പ്രാവശ്യം സുഖമില്ലാണ്ടായിരുന്നപ്പം ഡോക്ടർ മരുന്ന് തന്നപ്പോൾ അത് കഴിക്കാൻ പറ്റാണ്ടും സിറിഞ്ചിലാക്കി കൊടുത്തു. പിന്നെ പ്രാവിനെന്തോ വയ്യാണ്ടായപ്പം മഞ്ഞളൊക്കെ കലക്കിയിട്ട് ഇതിലാട്ടോ കൊടുത്തത്. അപ്പം അത് ചൂടുവെള്ളത്തിലെടുത്ത് കഴുകിയൊക്കെ ഇട്ടിട്ട് പാല് വെച്ച് ഓരോ വാവകളെ എടുത്തിട്ട് കുറച്ച് പാപ്പം കൊടുക്കുക എന്ന് വിചാരിച്ച് എടുത്തു. ഒരു പേടിയും ഉണ്ടായിരുന്നു, കാരണം അത്രയും ദിവസമല്ലേ ഉള്ളൂ, ഉറ്റിച്ചുറ്റിച്ച് കൊടുക്കണ്ടേ. അപ്പം ഇത്താത്ത പറഞ്ഞു അങ്ങനെ കുറച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അവരെയാണെങ്കിൽ പിടിച്ചാലിട്ട് കയ്യിലും കിട്ടത്തില്ല. നമ്മൾ പ്രസവിച്ച പാടും കുഞ്ഞുങ്ങളെ എടുക്കാൻ നമുക്കൊരു പേടിയല്ലേ, അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കൊടുത്തപ്പം ഒന്ന് കൊടുക്കുമ്പോൾ ഒന്നിനാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഓരോ തുള്ളി മെല്ലെ ഉറ്റിച്ച് കൊടുത്തു നോക്കുമ്പം അതങ്ങ് കുടിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ എല്ലാ പൂച്ചകൾക്കും മെല്ലെ കൊടുക്കാമെന്ന് വിചാരിച്ചു. 4 പേരുണ്ട്. പിന്നെ തള്ളപ്പൂച്ചയ്ക്ക് ഇത്രയും സ്നേഹം മക്കളോടില്ലേ ആർക്കറിയാം. മൂടിട്ട് കുടിക്കാനൊന്നും ആയില്ലായിരുന്നു. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ അത് കഴിക്കുന്നില്ല. അപ്പം സിറിഞ്ച് വെച്ചിട്ട് തന്നെ പിന്നെയും അതിലേക്ക് വായിലേക്ക് നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ പൂച്ചകൾ മെല്ലെ അത് കുടിച്ചു. എല്ലാ പൂച്ചകൾക്കും കൊടുത്തു കേട്ടോ. എല്ലാവർക്കും കുറച്ച് കൊടുത്ത് എല്ലാവരും വയറൊക്കെ നിറഞ്ഞു. പാവം കുഞ്ഞതല്ലേ, അതിൻ്റെ വയറ്റിൽ എങ്ങനെയെങ്കിലും കുറച്ച് എത്തിക്കണ്ടേന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇത്തിരി കൊടുത്തപ്പം അവർ പിന്നെ അതൊക്കെ കുടിച്ചപ്പം നല്ല ഉഷാറായി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പലവട്ടം സിംബ വന്ന് ഞങ്ങൾ ഇതിനെ വന്ന് നോക്കുകയൊക്കെ ചെയ്തു. അവനത്ര വലിയ പിടിച്ചൊന്നുമില്ല, കാരണം വേറെ 4 പേരാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇതിനെയൊക്കെ പിടിച്ച് കൊട്ടയിലൊക്കെ ആക്കി ഒരു കുഞ്ഞു കൊട്ടയിലാക്കി കിടത്തിയിരിക്കുകയാണ്. ഇനി തള്ളപ്പൂച്ച വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പൂച്ചക്ക് എന്താ അല്ലേ, ഇത്രയേ ഉള്ളൂ. പ്രസവിച്ചു, അത് ഇവിടെ ഇട്ടിട്ട് പോയി. വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. നമുക്ക് ഈ മൃഗങ്ങളോട് ഭയങ്കര സ്നേഹം കേട്ടോ, പണ്ടും മുന്നേ. പ്രത്യേകിച്ച് ഇത്താത്താക്ക് നെറ്റിയാക്കി പറമ്പിലൊക്കെ ഞാൻ കാണിച്ചു വന്നായിരുന്നു. കൊട്ടയിലും മുന്തിരികളും വെള്ളങ്ങളും ഒക്കെ വെച്ച് കൊടുക്കുന്ന എല്ലാവർക്കും, മണ്ണാരക്കണ്ണനായിക്കോട്ടെ, കാക്കകളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, എല്ലാവർക്കും ഫുഡ് കൊടുക്കും. അങ്ങനെ ഇതാണ്ട് നമ്മൾ അക്കുഡൂസ് ഷെഫീനാന്ന് വിളിച്ച് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ കണ്ടന്റ് ഇതാണ് മക്കളെ. നമ്മളപ്പം ഇത് നിർത്തട്ടെ അല്ലേ അക്കുഡൂസേ? ബൈ പറ. എന്തോ